ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ചക്കപ്പഴം വെച്ചിട്ടുള്ള ഒരു അപ്പമാണ് കാണിക്കാൻ പോകുന്നത്. ചക്ക കുമ്പിളപ്പം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമ്മൾ കൂഴച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂഴച്ചക്ക വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കുറേ പേർക്ക് അറിയത്തില്ല. അപ്പോൾ അതാണ് കാണിക്കാൻ പോകുന്നത്. കൂഴച്ചക്കയുടെ കുരു കളഞ്ഞ് നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഈ ചക്ക എടുത്തിടുക. നമ്മളിത് ഇന്നലെ കിട്ടിയ ചക്കയാണ്, ഇന്നലെ വെട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചതാണ്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കുഞ്ഞുങ്ങളുടെ വായിലൊക്കെ നമ്മൾ തൊണ്ടയിലൊക്കെ കുടുങ്ങും, നമുക്കങ്ങോട്ട് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിതും ജാറിലൊന്ന് മിക്സിയിലൊന്ന് അടിക്കും. ഞാനിപ്പോൾ ഒരു 15 ചക്കച്ചോള എടുത്തിട്ടുണ്ട്. ഇത്ര മതിയാവും, ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. നമുക്കിത് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിക്കാം. അപ്പോൾ പഠിച്ച പേസ്റ്റ് ഇതിന് ഇങ്ങനായി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തിളപ്പിക്കുകയാണ്. അപ്പം ചക്കയുടെ മധുരം അനുസരിച്ച് നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ശർക്കരയും ചക്കയും കൂടെ ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ, ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതാ വഴുതനയിലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കുമ്പിളിപ്പം ഉണ്ടാക്കുന്ന ഈ ഒരു ഇലയുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാനും വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ പറിച്ചു കൊണ്ടുവന്നു. ഇനി ഇത് നമുക്ക് വാഷ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടാൻ മറന്നുപോയ സാധനമാണ് തേങ്ങ ചെറുകിയത്. ഇത് നമ്മുടെ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കും. ഞാനൊരു കൈ ഫോൺ പിടിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്ത് വാങ്ങിയിട്ട് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. മധുരം നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല മധുരമുണ്ട്, പാകത്തിന് മധുരമുണ്ട്. ഇനി പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. നമ്മുടെ ഇല കഴുകി വെച്ച ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ശർക്കരയും പിന്നെ തേങ്ങ ചിരകിയതും നമ്മുടെ ചക്കയും ജീരകവും ഏലക്കയെല്ലാം പൊടിച്ചും കൂടെ എല്ലാം ഉള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി നമ്മുടെ ഗോതമ്പ് പൊടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിൽ നമ്മുടെ ഇഡലിപ്പാനകത്ത് വെക്കാം. അപ്പം നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇനി ഓഫ് ചെയ്യും. അങ്ങനെ നമ്മുടെ ചക്ക കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് എൻ്റെ അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റായിട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം, കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തില്ലേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.